പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ മിമ്മതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്? ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഓഗസ്റ്റ് മാസം 28-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്ന ദൈവം. പ്രിയരെ, പ്രാരംഭവാക്യത്തിലേക്ക് 145-ാം സങ്കീർത്തനം അതിൻ്റെ 19-ാമത്തെ വാക്യം. തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹം അവൻ സാധിപ്പിക്കും, അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കും. പ്രിയരെ, പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. എന്നെ കേൾക്കുന്നവരെ, നമ്മുടെ എല്ലാം പ്രാർത്ഥനയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കണമെന്നുള്ളത്. എന്നാൽ ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്ന പലതും പ്രാർത്ഥിച്ചിട്ട് എങ്ങും എത്തിയില്ല, ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തിൽ കേൾക്കുന്നവരുണ്ട്. എന്നാൽ ഈ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പറയണം, അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ സാധിപ്പിക്കുന്ന ദൈവമാണ്. നമ്മുടെ കണ്ണുനീരിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്. ആ ദൈവത്തിൻ്റെ പാദപീഠത്തിലോട്ടാണ് നമ്മൾ അടുക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ 20-ാം സങ്കീർത്തനം അതിൻ്റെ 4-ാമത്തെ വാക്യം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പ്രിയരെ, ഈ വചനം കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാണ്. നമ്മുടെ ദൈവം നമ്മോട് പറയാണ്, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അവൻ സാധിപ്പിക്കും, നമ്മുടെ താല്പര്യങ്ങളെ നിവർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവിക മാർഗത്തിൽ ദൈവവചനത്തിനകത്ത് ജീവിക്കുന്ന ഒരാൾ പോലും നിരാശപ്പെടേണ്ടി വരത്തില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാമത്തെ വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിപ്പിൻ, അത് നിങ്ങൾക്ക് കിട്ടും. ഈ വചനം വായിച്ചു കേൾക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിക്കുന്നത് വചനത്തിനകത്ത് നിൽക്കുമ്പോഴാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, സങ്കീർത്തനക്കാരൻ പറയുന്നത്, അവൻ്റെ വചനത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരുകത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും, അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിനകത്ത് നിലനിൽക്കുക. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ദൈവം സാധിപ്പിക്കും. നിങ്ങളുടെ വിഷയത്തിനകത്ത് ദൈവം മറുപടി തരും. ആ നിലയിൽ തന്നെ ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നത്, ദൈവസന്നിധിയിൽ ദീർഘമായി പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ കരയുന്ന ഹിസ്കിയാവുമാരുണ്ടെങ്കിൽ, ജീവിതം അവസാനിച്ചെന്നും മുമ്പോട്ട് വഴിയില്ലെന്നും സാഹചര്യം വിളിച്ചു പറഞ്ഞാലും നിന്റെ കണ്ണുനീരിൽ ദൈവം നിന്റെ ആഗ്രഹത്തെ സാധിപ്പിക്കും. നിന്റെ ആയുസ്സിനോട് ദൈവം 15 വർഷം നീട്ടിത്തരുന്നു ഹിസ്കിയാവിനോട് പറഞ്ഞ ദൈവം ഈ പ്രഭാത പ്രാർത്ഥനയിൽ ചിലവരുടെ ആഗ്രഹത്തെ ദൈവം സാധിപ്പിക്കാൻ പോവുകയാണ്. ചിലവരുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരാൻ പോവുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ നോക്കിയേ, 34-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാമത്തെ വാക്യം പറയുന്നു, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലായി, ദൈവത്തെ ആശ്രയിക്കുന്ന, ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനും ഒന്നിനും മുട്ടുണ്ടാകത്തില്ല. സങ്കീർത്തനക്കാരൻ പറയാണ്, യഹോവ എൻ്റെ ഇടയിലാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്ന, ദൈവവചനത്തെ അനുസരിക്കുന്നവനോട് ഈ പ്രഭാതത്തിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവം നിൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകും. കർത്താവിനെ ഒന്ന് മുറുകെ പിടിക്കാൻ പറ്റുന്ന ഉത്തരവുകളുണ്ട്. പ്രാർത്ഥിക്കുന്നവരിൽ ലജ്ജിച്ചു പോകത്തില്ല കേട്ടോ. ഒന്നുകൂടെ നോക്കിയാൽ നിങ്ങൾക്കറിയാം, മാർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 51-ാമത്തെ വാക്യം.
യേശു അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് നീ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന്, റബ്ബിനി, എനിക്ക് കാഴ്ച പ്രാപിക്കണമെന്ന് കുരുടൻ അവനോട് പറഞ്ഞു. ഈ വചന പശ്ചാത്തലം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. തിമായിയുടെ മകനായ ബർത്തിമായെക്കുറിച്ചാണ്. അവൻ വഴിയരികിൽ കുരുടനായി നാളുകളായി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവൻ യേശു പോകുന്നു എന്ന് കേട്ടിട്ട് കരുണ തോന്നണമെന്ന് അവൻ നിലവിളിച്ചു. വലിയ പ്രതികൂലമായി കണ്ടു. പക്ഷെ അവൻ്റെ നിലവിളി നിർത്തിയില്ല. അവൻ വീണ്ടും നിലവിളിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചതാണ് വിശ്വാസത്തോടെ. എന്നെ കേൾക്കുന്നവരെ, യേശു അവിടെ നിന്നു. ഈ പ്രഭാതത്തിൽ കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്ന നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് നിൽക്കാൻ പോവുകയാണ്. നിൻ്റെ ആഗ്രഹത്തെ നീ ഇച്ഛിക്കുന്നത് എന്താണ്? നീ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് യേശു ചോദിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചുകൊണ്ട് പറയാൻ പറ്റുമോ? എൻ്റെ ദൈവം നിങ്ങളോട് ചോദിക്കുകയാണ്, നീ നാളുകൾ ആഗ്രഹിച്ചത് എന്താണ്? അങ്ങനൊരു ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിക്കുന്നവരുണ്ടോ? ഞാൻ ആത്മാവിൽ ചിലരെ നോക്കി പ്രവചിക്കുകയാണ്. ഇന്നത്തെ ദിവസം എൻ്റെ ദൈവം നിൻ്റെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ പോവുകയാണ്. ഇന്നത്തെ ദിവസം നിൻ്റെ കണ്ണുനീരിൽ എൻ്റെ ദൈവം തുടയ്ക്കാൻ പോവുകയാണ്. ചിലവരെ കണ്ണിൽ നിന്ന് കണ്ണുനീര് തുടയ്ക്കും കേട്ടോ. ചിലവർക്ക് എൻ്റെ ദൈവം മറുപടി തരും. തയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യത്തിൽ ഒരു കാനാന്യ സ്ത്രീയെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. തൻ്റെ മകളുടെ ഭൂതോപദ്രവം മാറേണ്ടതിനായിട്ട്, തൻ്റെ മകൾക്ക് സൗഖ്യം വരേണ്ടതിനായിട്ട് അവൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് ആഴമായി നിലവിളിക്കുന്നത് കാണാൻ പറ്റും. എൻ്റെ മകളെ വെടിവെക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ ഒന്നും അവൾക്ക് വിടുതൽ കിട്ടുന്നതായി കാണുന്നില്ല. എന്നാൽ അവൾ പുറകെ ചെന്ന് നിലവിളിക്കുന്നത് കാണാൻ പറ്റും. ആ പാദപീഠം വരെയും കുനിഞ്ഞ ദൈവത്തെ ആരാധിക്കുന്നു, നമസ്കരിക്കുന്നത് കാണാൻ പറ്റും. യേശുവിനോട് ആഴമായ ഒരു വെളിപ്പാട് പറയുകയാണ്. ഉടയവന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പം നുറുക്കുകൾ നായ്ക്കുട്ടിയുടെ അവകാശമെന്ന് അവൾ അവകാശം പറയുകയാണ്. ആ സമയത്ത് കർത്താവ് അവളോട് പറയുന്ന വാക്യം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. നാളുകൾ പ്രാർത്ഥിച്ചിട്ടും ഒരു നന്മയും കണ്ടില്ല, ഒരാഗ്രഹവും നടന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറിപ്പോവുകയല്ല. വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുന്നതിനോട്, കർത്താവിനെക്കുറിച്ച് ആഴമായ ഒരു വെളിപ്പാട് കാണുന്നതിനോട് എൻ്റെ ദൈവത്തിന് പറയാനുണ്ട്, ഇന്ന് നിൻ്റെ ഇഷ്ടം ദൈവം സാധിപ്പിക്കും. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നിനക്ക് നൽകും. അങ്ങനെ വിശ്വസിക്കുന്നവർ എൻ്റെ കൂടെ ചേർന്നുകൊണ്ട് കർത്താവിനെ ഒന്ന് മുറുകെ പിടിച്ച് ഈ ദിവസം ഒരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. നമുക്കൊരുമിച്ചൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, നാളുകൾ പ്രാർത്ഥിച്ച, നാളുകൾ കരഞ്ഞ ചിലവർക്ക് ഇന്ന് അങ്ങ് വലുതായി അവരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കാൻ പോവുകയാണ്. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാക്കണമേ അപ്പ. കർത്താവ് അത്ഭുതം ചെയ്തു കഴിഞ്ഞതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. പ്രിയരെ, ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഈ കാണുന്ന 811 നിങ്ങൾക്ക് വിളിക്കുവാൻ കഴിയും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ കഴിയും. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കട്ടെ. നിങ്ങൾ ഈ യൂട്യൂബ് ലിങ്ക് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കണമേ. അനേക ആയിരങ്ങൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വലുത് ചെയ്യും. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.